ഉണ്ണിയമ്മേ കുമ്പടി വന്നു. താങ്കളുടെ ഇഷ്ടത്തിന് എന്റെ ചാനലിലെ പറയാൻ എന്റെ ചർച്ചയിൽ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഒരു റിപ്പോർട്ടർ അല്ല, നിങ്ങൾക്ക് വിവരമില്ലാന്ന് എനിക്കിന്ന് മനസ്സിലായി. നരേന്ദ്രമോദി കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായി. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? എന്താണ് ഈ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു പ്രധാനമന്ത്രിയുടെ ചുമതലയല്ല അവിടെ പോവാൻ. എന്തുകൊണ്ട് പ്രധാനമന്ത്രിയോ PM ഓഫ് ഇന്ത്യ ഇതുവരെ മണിപ്പൂരിൽ പോയിരിക്കില്ല? നമ്മളെയാണല്ലോ മച്ചമ്പി. എവിടെയാണ് ഈ പൈസ വരാൻ പോകുന്നത്? എന്തിനാണ് നമ്മൾ പൈസ വേസ്റ്റ് ചെയ്യുന്നത്? പാസ്പോർട്ട് ഭാരതാവോ? ഷമ മുഹമ്മദ്, പണം മാത്രമാണോ പ്രശ്നം? പേര് മാറ്റുന്നത് താങ്കൾക്ക് പ്രശ്നമല്ലേ? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, പ്രധാനമന്ത്രി, ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇസ്രയേലിനെ പറ്റി പറയുന്ന ലോകം മുഴുവൻ ചുറ്റുന്ന ഒരു പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂരിൽ പോയിട്ടില്ല. വിഷയങ്ങളെല്ലാം നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ദയവേദി വിഷയത്തിലേക്ക് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അടുത്ത റൗണ്ടിലെങ്കിലും. ശ്രീ ശ്രീജിത്ത് പണിക്കർ, താങ്കളെ ഷമ മുഹമ്മദ്, ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? ഭാരത് എന്ന് മാറ്റുന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല, താങ്കൾക്ക് അതൊരു ഇഷ്യൂ അല്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുന്നത്, ഒരു ആക്സിഡന്റ് കേസിനുള്ള യോഗ കൊത്തു വന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം. ഞാൻ ഇവിടെ ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞല്ലോ ഷമ മുഹമ്മദ്, ആ വിഷയത്തിൽ എന്താണ് കോൺഗ്രസിന്റെ അഭിപ്രായം എന്ന് പറയണ്ടേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. പലവട്ടം ചർച്ച ചെയ്തതാണ് ഷമ മുഹമ്മദ്. ദയവായി ക്ഷമ കാണിക്കണം, നമ്മുടെ വിഷയം എന്താണെന്ന് മനസ്സിലാക്കണം. ഷമ മുഹമ്മദ്, എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. എന്താ? ഐ ആം ആസ്കിംഗ് യു എ ക്വസ്റ്റ്യൻ. വൈ ഡോണ്ട് യു ആൻസർ ദ ക്വസ്റ്റ്യൻ? വെറുതെ ഒരു ടോപ്പിക് ഉണ്ടാണല്ലോ. ഐ ഹാവ് ദ റൈറ്റ് ടു ആസ്ക് യു. യു ടെൽ മി ദി ആൻസർ. എന്തിനായി ഭാരത് ഇപ്പൊ മാറ്റേണ്ട NCERT ടെക്സ്റ്റ് ബുക്കിൽ? അത് ഉത്തരം പറ. അത് എന്താ അതിന്റെ റീസൺ? പറയൂ, നിങ്ങൾ പറയൂ മറുപടി. NCERT പറയുന്ന മറുപടിയാണോ താങ്കൾക്ക് അറിയേണ്ടത്, അതോ എന്റെ മറുപടിയാണോ? ഏതിനാണെങ്കിലും ഞാൻ മറുപടി പറയാൻ തയ്യാറാണ്. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. ക്ഷമയുടെ ചോദ്യം കേട്ട് ക്ഷമയില്ലാതെ ഇരിക്കുന്ന ആളല്ല. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി, ഡൈവേർട്ട് ആൻഡ് ഡിസ്ട്രാക്ട് ചെയ്യരുത്. എന്റെ അടുത്ത് ഡൈവേർട്ട് ആൻഡ് ഡിസ്ട്രാക്ട് പറ്റില്ല. നിങ്ങളെ ഈ സ്വഭാവം എന്റെ അടുത്ത് പറ്റില്ല. ഞാൻ കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. പറഞ്ഞത് എന്താണ് ഷമ മുഹമ്മദ്? എന്താണ് ഷമ മുഹമ്മദ്? ഇതിൽ ഡൈവേർഷനും ഡിസ്ട്രാക്ഷനും ഒന്നുമില്ല. ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. നേരത്തെ അഫ്സൽ ചോദിച്ച കാര്യങ്ങൾ കൃത്യമായി തന്നെ ഞങ്ങൾ ആ സംഭാഷണത്തിലൂടെ കടന്നു പോകുന്നത് ക്ഷമ കണ്ടതല്ലേ? ഇവിടെ ക്ഷമയില്ലാതെ നിൽക്കുന്നത് ഷമ മുഹമ്മദ് ആണ്. അങ്ങ് ദയവായി അത് മനസ്സിലാക്കണം. ശ്രീജിത്ത് പണിക്കർ, ഇക്കാര്യത്തിൽ ഷമ മുഹമ്മദ് മറു ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. മണിപ്പൂര്, തൊഴിലില്ലായ്മ, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? പറയടാ, ചർച്ചയ്ക്ക് വരും. ആ ചർച്ചയ്ക്കൊക്കെ ഞാൻ തയ്യാറാണ് ഷമ മുഹമ്മദ്. ഇവിടുത്തെ നമ്മുടെ വിഷയം എന്താണ്? ഇവിടെ ഭാരതം എന്ന പേരിലേക്ക്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പേര് ഭാരതം എന്നാണ് എല്ലായിടത്തും NCERTയുടെ +2 വരെയുള്ള പാഠപുസ്തകങ്ങളിൽ ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് അതേക്കുറിച്ചാണ് ചർച്ച. ശ്രീജിത്ത് പണിക്കർ, എന്താണ് താങ്കളുടെ ടേക്ക് ഈ വിഷയത്തിൽ? ആദ്യം തന്നെ ശ്രീമതി ഷമ മുഹമ്മദിനോട് വിനീതമായിട്ട് പറയാനുള്ളത്, നമുക്കിപ്പോൾ ഈ ചാനൽ ലൈവ് ഫീഡ് ഞാൻ കാണുന്നുണ്ട്. ഉറക്കം വരുന്നു. അപ്പൊ അത് കാണുന്ന സമയത്ത് എന്റെ പേരിനൊപ്പം രാഷ്ട്രീയ നിരീക്ഷകരെന്നും താങ്കളുടെ പേരിനൊപ്പം കോൺഗ്രസ് എന്നുമാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ താങ്കൾ പറഞ്ഞു അത് BJPയുടെ ആളല്ല, നിരീക്ഷകനാണ് എന്നൊക്കെ അയാൾ പറയും എന്നൊക്കെ പറഞ്ഞു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നോക്കൂ, ഇത് നമ്മുടേത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ഓരോരുത്തർക്കും അവരുടെ രാഷ്ട്രീയം എന്താണ് എന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി നമുക്കിവിടെ ഉണ്ട്. 100% ഞാൻ യോജിക്കുന്നു. അപ്പൊ മറ്റൊരാൾ ആരോപിക്കുന്നത് പോലെ ഞാൻ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇപ്പൊ താങ്കൾ, ഞാൻ മനസ്സിലാക്കുന്നത് പല്ല് ഡോക്ടർ ആണെന്നാണ്. താങ്കളുടെ പേരിന്റെ താഴെ പല്ല് ഡോക്ടർ, ഷമ മുഹമ്മദ് പല്ല് ഡോക്ടർ എന്നല്ലല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതേപോലെ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ താങ്കൾ ഒരു മലയാള ഭാഷാ പണ്ഡിതയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഷമ മുഹമ്മദ് മലയാള ഭാഷാ പണ്ഡിത, അങ്ങനെയല്ലല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളത് വളരെ വിനീതമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുന്നു. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു, പോവാ. ഇനി രണ്ട്, താങ്കൾ പറയുന്നത് പ്രിന്റിംഗ് ചെലവിനെ പറ്റിയാണ്. അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പുസ്തകങ്ങൾ ഓരോ വർഷവുമാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ അത് പ്രിന്റ് ചെയ്യുന്നത് താങ്കൾ ഉദ്ദേശിച്ചിരിക്കുന്നത് 10 വർഷത്തേക്ക് ഒന്നിച്ച് പുസ്തകങ്ങൾ ഇപ്പോഴേ പ്രിന്റ് ചെയ്ത് വെക്കുകയാണ് എന്ന രീതിയിലാണെങ്കിൽ അത് തിരുത്തേണ്ടതാണ്. ഒന്നും അറിയില്ല, പോങ്ങൻ നോക്കണ്ട ഇയാളാ. കാരണം പുസ്തകങ്ങൾ ഓരോ വർഷവും പ്രിന്റ് ചെയ്യും. അപ്പൊ അതിന്റെ ചെലവൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ള കഷ്ടമാണ് എന്നേ പറയാനുള്ളൂ. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. എനിക്ക് പറയാനുള്ളത്,
ശ്രീജിത്ത് പണിക്കർ എൻ്റെ ഒരു ചോദ്യത്തിന് മറുപടി തന്നില്ല. പക്ഷെ അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് എന്താ ഇത്ര വിരോധം? ഞാൻ ചോദിക്കുന്നു അദ്ദേഹത്തിനോട് തിരിച്ചൊരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് മണിപ്പൂർ പോകാൻ ഇത്ര വിരോധം? ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. എന്താ പ്രശ്നം? അത് നിങ്ങൾ ഇതുവരെ മറുപടി പറയുന്നില്ല. പ്രധാനമന്ത്രി എന്തുകൊണ്ട് മണിപ്പൂരിലെ വിഷയത്തിൽ ഒന്നും ചെയ്യുന്നില്ല? ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എന്റെ ചോദ്യത്തിന് ഒരു മറുപടിയും ശ്രീജിത്ത് പണിക്കർ തന്നിട്ടില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ നമുക്ക് ഒരു എതിർപ്പും ഇല്ലാന്ന്, ഇന്ത്യ ഭാരത, ഭാരത ഇന്ത്യ. പക്ഷെ ഇതല്ല വിഷയം. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇവിടെ ഈ തൊഴിലില്ലായ്മ ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്തിനാ ഇവിടെ പൈസ ഇടേണ്ട ആവശ്യം? ഇപ്പൊ നമുക്കൊരു പുതിയ പാർലമെന്റ് ഉണ്ട്. എന്തിനാ പുതിയ പാർലമെന്റ് സെൻട്രൽ വിസ്റ്റ പ്രോജക്ട് ഉണ്ട്. അതായത് ഈ തീരുമാനത്തിനൊപ്പമാണ്, നമുക്ക് മറ്റു വിഷയങ്ങളിൽ ചർച്ച ചെയ്താൽ മതി. ഈ തീരുമാനത്തിൽ, അതായത് NCERT +2 വരെ പാഠപുസ്തകങ്ങളിൽ ഇന്ത്യയെ എടുത്തു മാറ്റുന്നതിൽ കോൺഗ്രസിന് ഒരു കുഴപ്പവുമില്ല. എന്റെ പൊന്നുവായി എന്നെ കുഴപ്പിക്കരുത്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ഇപ്പോൾ എന്തിനാ അത് ചെയ്യേണ്ട ആവശ്യം? ഒരു ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ എല്ലായിടത്തും മാറ്റുക. നിങ്ങളല്ല തുടങ്ങിയത് സിറ്റപ്പ് ഇന്ത്യ, സ്കിൽ ഇന്ത്യ, എന്തെല്ലാം മാതിരി ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ. എല്ലാം ഇന്ത്യ. അന്നേരം എന്താ മേക്ക് ഇൻ ഭാരത്, സ്കിൽ ഭാരത്? അന്നേരം എന്താ ചെയ്യേണ്ടുന്നത്? ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുന്ന വിഷയങ്ങളുണ്ട് അടുത്ത കൊല്ലം. അതിനൊന്നും മറുപടിയില്ല. ഷമാ മുഹമ്മദ്, താങ്കളുടെ നേതാവ് നടത്തിയത് ഭാരത് ജോഡോ യാത്രയല്ലേ, ഇന്ത്യ ജോഡോ യാത്രയല്ല. നിങ്ങൾ ഒരു ജേർണലിസ്റ്റാ, നിങ്ങൾ സർക്കാരിനോട് ചോദിക്കേണ്ട മണിപ്പൂരിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഇതുവരെ പോയിട്ടില്ല? എന്തുകൊണ്ട് അവിടുത്തെ CM രാജിവെച്ചിട്ടില്ല? ഇതൊരു നടത്തു പോണ മാതിരില്ല. അവിടെ എത്ര ആൾക്കാർ, ഇപ്പം അവിടുത്തെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് തീരുന്നില്ല? അത് നിങ്ങൾ ചോദിക്കുന്നില്ല. കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിലെല്ലാം അതായിരുന്നല്ലോ ചർച്ച. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ മണിപ്പൂർ മാത്രമായിരുന്നു ചർച്ച. ശ്രീമതി ഷമാ മുഹമ്മദ്, റിപ്പോർട്ടറുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ ചർച്ചകളൊക്കെ കാണാം. അതിൽ ചർച്ചകളെല്ലാം കാണാം. ഷമാ മുഹമ്മദ്, പ്രധാനമന്ത്രി എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് പാർലമെന്റിലടക്കം പ്രതിപക്ഷം ചോദിച്ചതല്ലേ? പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി നേരിട്ട് പോകാതെ തന്നെ അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് എന്ന മറുപടിയാണ് അവിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയത്. ഓക്കെ, അതിന്റെ ശേഷം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു, എനിക്കൊരു പ്രശ്നമില്ല. അപ്പൊ അതിന്റെ ശേഷം അന്ന് നമ്മൾ കണ്ടതുപോലെയുള്ള സംഘർഷം ഇന്ന് അവിടെ ഉണ്ടോ ശ്രീമതി ഷമാ മുഹമ്മദ്? താങ്കളുടെ നേതാവടക്കം പോയതാണല്ലോ, താങ്കളുടെ നേതാവടക്കം പോയതാണല്ലോ അവിടെ. ഇപ്പോൾ അന്ന് കണ്ടത്ര പ്രശ്നങ്ങൾ ഇന്ന് അവിടെ നിലനിൽക്കുന്നുണ്ടോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. മണിപ്പൂരിൽ നിന്ന് അങ്ങനെയുള്ള വാർത്തകളാണോ വരുന്നത്? ആയുധങ്ങളേന്തി പരസ്പരം കൊല്ലുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അവിടെയുണ്ടോ? ഇന്നത്തെ ദിവസം അവിടെയുണ്ടോ? എന്തുകൊണ്ട് അവിടെ രാഹുൽ ജി പോയ സമയത്ത് ഇപ്പോഴും ഞങ്ങൾ പോയാൽ എന്റെ ആൾക്കാർ പോയിരിക്കുക, അവർ പറഞ്ഞിരിക്കുക മേത്തി ഏരിയയിൽ കുക്കിനെ കൊണ്ടാന്ന് ഞങ്ങൾ കൊല്ലും. നിനക്ക് കിട്ടിയതൊന്നും പോരടാ. കുക്കി പറയാൻ നിങ്ങൾ ബേത്തീസിനെ ഞങ്ങൾ ഏരിയയിൽ കൊണ്ടാന്ന് കൊല്ലും. അതിന്റെ മറുപടി പറയും. അത് എന്തുകൊണ്ട് ഇപ്പോൾ നടക്കുന്നത്? ഇത്ര വെറുപ്പിന്റെ രാഷ്ട്രീയം ആരാ കൊണ്ടാന്നത്? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം തുടങ്ങിയത് നരേന്ദ്രമോദി പറഞ്ഞിട്ടാണോ? ഷമാ മുഹമ്മദ്, താങ്കളുടെ സംഘം അവിടെ പോയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ നരേന്ദ്രമോദി പറഞ്ഞിട്ട് കുക്കി മേഖല വിഭാഗങ്ങൾ അവിടെ സംഘർഷം ഉണ്ടാക്കുന്നു എന്നാണോ? അതായത് ഇതല്ലടാ ഇതോ. അപ്പൊ നിങ്ങൾ ഒരു റിപ്പോർട്ടർ അല്ല, നിങ്ങൾക്ക് വിവരമില്ലാന്ന് എനിക്കിന്ന് മനസ്സിലായി. നരേന്ദ്രമോദി കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായി, ആഭ്യന്തരമന്ത്രി കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. പ്രശ്നങ്ങൾ വർഷങ്ങളായി നടക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രീമതി ഷമാ മുഹമ്മദ്, അതാരെങ്കിലും ആസൂത്രിതമായി ചെയ്യുന്നതല്ല. അവിടെ രാഷ്ട്രീയ ലാഭത്തിനായി ശ്രമിക്കുന്നവരുണ്ടാകും, ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഉണ്ടാകും. പക്ഷേ അവിടെ ആ സംഘർഷം എല്ലാ കാലത്തും തുടരണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഞാനില്ല. എന്നെ അതിൽ പെടുത്തേണ്ട ഷമാ മുഹമ്മദ്. നമ്മുടെ വിഷയത്തിലേക്ക് ദയവ് ചെയ്ത് താങ്കൾ വരണം. താങ്കൾ ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. ഈ ചർച്ചയിൽ നേരത്തെ പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ടേണിൽ അഫ്സലിലേക്ക് പോകുന്നതിന് ക്ഷമയിലേക്ക് വന്നു. പക്ഷേ ക്ഷമയ്ക്ക് അതേക്കുറിച്ച് ഒന്നും പറയാൻ ക്ഷമ പോലുമില്ല. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായിട്ട്. That's what you are doing right now. I'm sorry to say this, Shama Muhammad. I'm sorry to say this. പുൽവാമയെ പറ്റി മറുപടി പറയൂ. പുൽവാമയെ കുറിച്ച് മറുപടി പറയാനും ചർച്ച ചെയ്യാനും പുൽവാമ വിഷയം എടുക്കുമ്പോൾ നമുക്ക് ആകാം ശ്രീമതി ഷമാ മുഹമ്മദ്. ഇവിടെ വിഷയം ഏതാണ്? വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കൂ, വിഷയത്തെ കുറിച്ച് സംസാരിക്കൂ. ഇവിടെ തർക്കശാസ്ത്രത്തിൽ PhD എടുത്തവളാണ്, പറഞ്ഞു ജയിക്കാൻ പറ്റില്ല. NCERTയുടെ ടെക്സ്റ്റ് ബുക്സ് അതിൽ മാറ്റങ്ങൾ വരുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പുൽവാമയെ കുറിച്ച് പറയൂ, മണിപ്പൂരിനെ കുറിച്ച് പറയൂ, തൊഴിലില്ലായ്മയെ കുറിച്ച് പറയൂ. ഇതൊക്കെ പ്രത്യേകം എടുത്ത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്.
അതല്ല ഉദ്ദേശം, ഞാൻ മാറി. നമുക്ക് ആ ചർച്ചയാകാം. ഷമാ മുഹമ്മദിനെ തന്നെ അതിഥിയായി വിളിക്കാം. ക്ഷമ കാണിക്കൂ, ഈ വിഷയത്തിലേക്ക് ദയവ് ചെയ്ത് അടുത്ത ടേണിലെങ്കിലും വരണം. ഇവിടെ പ്രതിഷേധിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്, അത് വളരെ കോമൺ ആണ്, അത് ഞങ്ങളും പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു അത്രയും ലഘൂകരിച്ച് കാണേണ്ട ഒരു വിഷയമാണോ അഫ്സൽ ഇത്? ആര് പ്രതിഷേധിച്ചു? ആഞ്ജനേയ സ്വാമി. ആരും പ്രതിഷേധിക്കുന്നില്ല. നിങ്ങളായിരിക്കും പ്രതിഷേധിക്കുന്നത്, ഞങ്ങൾ പ്രതിഷേധിക്കുന്നില്ല. വെറുതെ വാക്കുകൾ ഇടാ. ഞാൻ ഇന്നും പറയുന്നത് അന്നും പറഞ്ഞത് അതൊന്നും വിഷയമല്ല. ഇതാണ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഏതാണ് ഇഷ്യൂ? ഷമാ മുഹമ്മദ്, നിങ്ങൾക്ക് ഇനിയും ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം ചെയ്യണം. നിങ്ങൾക്ക് ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം ചെയ്യണം. നിങ്ങൾക്ക് ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഷമാ മുഹമ്മദ്, ഞാൻ എവിടെയാണ് താങ്കളുടെ പാർട്ടിയെയോ അല്ലെങ്കിൽ താങ്കളെയോ ഞാൻ വ്യക്തിപരമായി എന്തെങ്കിലും പറഞ്ഞോ? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. താങ്കൾ അല്പം ക്ഷമ കാണിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. വിഷയത്തിലേക്ക് വരണമെന്നും പറഞ്ഞു. അത് അവതാരക എന്ന നിലയിൽ ഞാൻ പറയേണ്ടതല്ലേ? മറ്റു രണ്ടുപേർ അവിടെ മറുപടി പറയാനായി രണ്ടുപേരുടെ ടേൺ അവിടെയുണ്ട്. താങ്കൾക്ക് കിട്ടുന്ന അവസരത്തിൽ താങ്കൾ മറ്റെന്തൊക്കെയോ പറയുകയാണ്. ക്ഷമിക്കൂ ക്ഷമ. അഫ്സൽ പറയൂ. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? നിങ്ങളുടെ റിപ്പോർട്ടർ ചാനൽ നന്നായി സക്രിയമായി വർക്ക് ചെയ്യുന്ന തിരുവനന്തപുരത്ത് 1,00,000 വിദ്യാർത്ഥികളെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. രാജ്യത്ത് എവിടെ വേണമെങ്കിലും പോയി റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ SFIക്ക് ചിലപ്പോൾ രാജ്യത്ത് എല്ലായിടത്തും ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാനുള്ള സംവിധാനം ഉണ്ടായെന്ന് വരില്ല. പക്ഷേ റിപ്പോർട്ടറിന് ആ സംവിധാനമുണ്ട്. താങ്കൾ ചാനലിനെ പറയുന്നത് നിർത്തി വിഷയത്തിലേക്ക് പങ്കെടുക്കുന്ന ചർച്ച നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൽ നിങ്ങളുടെ എഡിറ്റർമാർ പങ്കെടുക്കുന്ന ചർച്ചയല്ല. നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം ചർച്ച ചെയ്യാൻ താങ്കളുടെ ഇഷ്ടത്തിന് എന്റെ ചാനലിനെ പറയാൻ എന്റെ ചർച്ചയിൽ പറ്റില്ല ശ്രീ അഫ്സൽ. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങൾ എന്നെ വിളിച്ചത് കൊണ്ടാണ് വന്നതല്ല. ഞാൻ അതെ, താങ്കളെ വിളിച്ചത് താങ്കളുടെ പാർട്ടിയുടെ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയുടെ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനാണ്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? NCERTയിലെ പരിഷ്കരണമാണ് വിഷയം. താങ്കൾ പറയുന്നു പ്രതിഷേധം നടക്കുന്നുണ്ട്, അത് റിപ്പോർട്ടർ വാർത്തയാക്കുന്നില്ല, അത് ഞങ്ങളുടെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.